ജനാധിപത്യത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു കാവ്യശകലമാണ് കഴിഞ്ഞ ദിവസം സച്ചിദാനന്ദൻ കേരളീയ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചത്. യഥാർത്ഥത്തിൽ സച്ചിദാനന്ദൻ മാത്രമല്ല, സാറാ ജോസഫ് ഉൾപ്പെടെ ഉള്ള അനേകരായ സാംസ്കാരിക നായകന്മാർ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. സച്ചിദാനന്ദൻ പറഞ്ഞത്, തുടർഭരണമല്ല നമുക്ക് വേണ്ടത്, ബംഗാളിലെ അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തൊഴിലാളി വർഗ ജനാധിപത്യ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൻ്റെ മാത്രം പുറകിൽ പോകുന്നത് അത് ആ പാർട്ടിയുടെ ശക്തിയെ നശിപ്പിക്കും. പാർട്ടിയെയും നേതാക്കന്മാരെയും ചോദ്യം ചെയ്യുവാനുള്ള ശക്തി പോലും അണികൾക്ക് ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിലേക്ക് ഈ അധികാര പ്രമത്തത നമ്മെ നയിക്കും എന്നൊക്കെയാണ് സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. പതിവ് പോലെ പ്രകാശം പരത്തുന്ന ചില ശുംഭന്മാർ സച്ചിദാനന്ദനെതിരെ വാളുമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, സർക്കാരിൻ്റെ ചെലവിൽ അക്കാഡമി തലപ്പത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് താനൊക്കെ ഇത് പറയുന്നു എന്ന് ഉള്ള രീതിയിലാണ് പല പ്രതികരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടങ്ങളെ എപ്പോഴും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കവികളും കലാകാരന്മാരും വാഴ്ത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ബംഗാളിലെ അവസ്ഥയെ മുൻനിർത്തിയാണ് സച്ചിദാനന്ദൻ ഇത്തരത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, 30-35 വർഷത്തോളമായി ബംഗാളിൽ തുടർഭരണത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇന്നത് എവിടെ എത്തി നിൽക്കുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളാണ് സച്ചിദാനന്ദനെ പോലുള്ള ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ഒരു സാഹിത്യകാരനെ, പ്രഗത്ഭനായ കേരളത്തിലെ പ്രശസ്തനായ ഒരു കവിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിച്ചത്. കേരളത്തിൽ തുടർഭരണം ഭൂഷണമല്ല, അധികാരം മാറിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഭരണാധികാരികളെ, പാർട്ടികളെ അത് ഉന്മത്തരാക്കും, അധികാര പ്രമത്തത അവരെ പിടികൂടി രാജ്യം അരാജകത്വത്തിലേക്ക് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. ഏതായാലും അതിമനോഹരമായ ചിന്തിപ്പിക്കുന്ന കവിത കേരളത്തിൻ്റെ മുമ്പിൽ ധൈര്യപൂർവ്വം സമർപ്പിച്ച കവി സച്ചിദാനന്ദന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.